ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു പൊറാട്ടയും ബീഫും തിന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, കാരണം ബിക്കോസ് ഡിസിപ്ലിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ പോയി ചിക്കൻ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ 25% നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഇനി ബാക്കി ഒരു 75% നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആക്കണം, എന്നാലും ഇന്നത്തെ ഡേ ഡൺ ആവുള്ളൂ. ഈ ഷോപ്പിൽ പണിയെടുക്കുന്ന ആളൊന്നുമില്ല. ഇയാളെ വണ്ടി ഇയാൾ തന്നെ പണിയെടുക്കുക, കാരണം ഫുള്ള് തിരക്കാ. भाई ये तुम्हारे गाड़ी है, तुम्हारे गाड़ी, तू काम, तू कस्टमर है. इधर काम नहीं, तुम्हारा तू कस्टमर है, तू काम. 3 എഗ്ഗും ബനാനയാണ്. അപ്പം ഇത് കഴിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് പോകാം. അതിന് ബാക്കി അവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഹാഫ് സ്കൂപ്പ് ഡൈനാമിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം 6 മണിയുണ്ട്. നമുക്ക് നേരെ ജിമ്മിൽ പോയിട്ട് ഒരു നല്ല രീതിക്ക് ഇനി വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ജിമ്മിലെത്തിയിട്ട് കാണാം. നമ്മൾ ജിമ്മിലെത്തിയിട്ട് ഞാനാണ് ഇപ്പോൾ നല്ല ചാറും പൊടിയൊക്കെ ഉണ്ടാവും, മക്കാറൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ ഇരുന്നാലും മക്കാറൊന്നും മൈൻഡ് വെക്കാൻ പാടില്ല. താഴത്തെ നോക്കിയാൽ
അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മളൊരു സ്കൂപ്പ് വേറെ ഒരു സ്കൂപ്പ് ക്രിയേറ്റിന് എടുക്കുകയാണ്. ഇതിലേക്ക് സാധനം ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് ആട്ടിങ്ങനെ കുലുക്ക് തന്നെ. അപ്പോൾ എനിക്ക് വലിയ രീതിക്ക് കുലുക്കാൻ അറിയില്ല, അവരാണ് കുലുക്കുന്ന മെയിന്. ഇടയ്ക്ക് എനിക്ക് കുലുക്കാൻ പറ്റില്ല തോന്നിക്കഴിഞ്ഞാൽ വേറെ കുലുക്കിത്തല്ല. അവൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് എനിക്ക് ചിന്തില്ല. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇന്നത്തെ 25% മാത്രമാണ് നമ്മളിപ്പോൾ ജിമ്മ് കൊടുത്തതിന്. ബാക്കി 75 ഉണ്ട്. റിക്കവറി 25, 50% ഫുഡ്. ഈ രണ്ടും അച്ചീവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് 100% ആവുള്ളൂ. ഫസ്റ്റ് തിങ് അതാണ്, തിന്നുക. മെയിനായിട്ട് 50% നമ്മൾ ഫുഡ് കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതന്നെ കാര്യം. ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങണം. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇപ്പം പറഞ്ഞു പൊറാട്ടയും ബീഫും തിന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, കാരണം ബിക്കോസ് ഡിസിപ്ലിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ പോയി ചിക്കൻ വാങ്ങാൻ പോവാണ്. ചിക്കൻ ഈസ് ഹൈ പ്രോട്ടീൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചിക്കൻ പീടികയിലെത്തി. പറമ്പിലെ സാർ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ചെങ്ങായി. നമുക്ക് അലുവ കഷ്ടം പോലത്തെ ഇറച്ചി നല്ല കഷ്ടമായിട്ട് കുറിച്ചാണ്. ഒരേ ഒരാള് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു 100 രൂപയ്ക്ക് എടുത്തു. അപ്പോൾ ഇന്നത്തെ 25% നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഇനി ബാക്കി ഒരു 75% നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആക്കണം. എന്നാലും ഇന്നത്തെ ഡേ ഡൺ ആവുള്ളൂ. അപ്പോൾ ബാക്കി 50 എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫുഡാണ് വരുന്നത്. അപ്പം വീട്ടിലെത്തി ചിക്കൻ വാങ്ങി വന്ന് അതാ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗ്ഗ് ഇതാ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കുക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ചായ അടിച്ചിട്ട് ഇനി പണിക്ക് പോകണം. അപ്പം രാവിലത്തെ വെച്ചാൽ രാവിലെ എന്താ തിന്നാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. എന്നാൽ രാവിലെ എന്താ കഴിക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. 5 എഗ്ഗും 3 പത്തിരിയും പിന്നെ പുയിക്കും. ഇതിൽ നമ്മൾ 30 ഗ്രാം ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യും. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം എന്താ അറിയില്ല, പെട്ടെന്ന് ഞാനൊരു പൊട്ടങ്കളി കളിക്കുമ്പോൾ എൻ്റെ മാതാശ്രീ ഇവിടുന്ന് നോക്കിയിട്ടുണ്ട്. എന്താ മോളെ ചിരി എഴുതോ? എല്ലാരും ചിരിക്കുമ്പോ, പക്ഷേ ഇത് നമ്മള് വിട്ടെടുക്കൂലല്ലോ, അത്രേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യാൻ വന്നത്. അപ്പോൾ ചെങ്ങായി ഫസ്റ്റ് പറഞ്ഞ ഓയിൽ ഇവിടെ ഫുള്ള് വണ്ടിയാണ്. അതാണ് നമ്മൾ പറഞ്ഞു എന്താടാ ഒന്ന് കഴിച്ചില്ലായിക്കൊണ്ടൊക്കെ പറഞ്ഞപ്പോൾ ഈ ആശാന കണ്ടില്ലേ, ഇത് വെച്ചാൽ ഈ ഷോപ്പിൽ പണിയെടുക്കുന്ന ആളൊന്നുമില്ല. ഇയാളെ വണ്ടി ഇയാൾ തന്നെ പണിയെടുക്കുക, കാരണം ഫുള്ള് തിരക്കാണ്. भाई ये तुम्हारे गाड़ी है, तुम्हारे गाड़ी, तू काम, तू कस्टमर है. इधर काम नहीं, तू कस्टमर है, तू काम. അടിപൊളി. ഇതാണ് ഈ പീഡന മൊയിലാളി ചെങ്ങയാണ് ഇവിടുത്തെ മെയിൻ. അങ്ങനെ ഉച്ചയായി. രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഇതും കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടൊരു 7 ചപ്പാത്തിയും ചിക്കനും നല്ല ചെമ്മീൻ ഫ്രൈയും അതും അടിച്ച് അത് കഴിഞ്ഞ് പിന്നെ അവക്കാടോയും കഴിച്ച് ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. അപ്പോൾ ബായ്.